ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് കാരണത്താൽ ആ വ്യക്തിയുമായിട്ട് വഴക്കിട്ടു, ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയി. മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്താണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളോട് ക്ഷമിക്കാനും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരാനും എന്താണ് ചെയ്യേണ്ടത്? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമതായിട്ട്, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജെന്യൂനായിട്ട് ഒരു സോറി പറയുക എന്നുള്ളതാണ്. അത് ഒരു തവണ പറഞ്ഞാൽ മതി. ഇനി വലിയൊരു മിസ്റ്റേക്കൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? ഒരു തവണ കൂടി സോറി പറയാം. 2ൽ കൂടുതൽ തവണ നിങ്ങൾ സോറി പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളയരുത്. പിന്നെ ഈ സോറി പറയുന്ന സമയത്ത് ഒരുപാട് വിഷമം, കുറ്റബോധം, ഇതൊക്കെ ഇമോഷണലി ഭയങ്കരമായിട്ട് അഭിനയിച്ചുകൊണ്ട് പറയണം, ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ട് പറയണം എന്നൊന്നുമില്ല. ആ വ്യക്തിയോട് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ കണ്ണിൽ നോക്കി ആത്മാർത്ഥതയോട് കൂടിയിട്ട് സോറി പറയുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഇനി വിളിച്ചു പറയാനും പറ്റാത്തതാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ട് പറയാം. ഏറ്റവും ബെസ്റ്റ് നേരിട്ട് കണ്ടു പറയാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. നേരിട്ട് പറയുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കുക, അല്ലെങ്കിൽ വിളിച്ചു പറയുക. അങ്ങനെ സോറി നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത് അവരെ അറിയിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് അറിയിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വരുത്തിയ മിസ്റ്റേക്കിൽ നിന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള ഒരു പ്രോമിസും കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ പറയാം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അത് നിനക്കൊരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇനി ഞാനതൊരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുത്തു പറയാം. എന്താണ് അതിൽ നിന്ന് പഠിച്ചത് എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ, വളരെ ജെന്യൂനായിട്ട് പറയാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ക്ലിയർ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എക്സ് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാ നീ ഇത് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാ ഇത് നീ ചെയ്തത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വൈ, ഹൗ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ അവിടെ സത്യം പറയുക. ഇനി പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തെറ്റ് പറ്റിപ്പോയി, സോറി, ഇനി ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു തന്നാൽ മതി. നുണ പറയാനൊന്നും നിൽക്കണ്ട. എക്സ്പ്ലനേഷൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ വലിയൊരു പ്രശ്നമാണ്, ഇനിയിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞ ആ ഒരു സെക്കൻഡ് സോറി നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ഓക്കെ. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അവരെ വീണ്ടും ശല്യം ചെയ്യരുത്, ടോർച്ചർ ചെയ്യരുത്, പുറകെ ഇങ്ങനെ ബെഗ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നീ ആലോചിച്ചിട്ട് പറ, ഞാൻ നിന്നെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. തിങ്ക് ചെയ്യാൻ, മനസ്സൊക്കെ ഒന്ന് കൂളാവുന്ന സമയത്ത് അവർ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഡിസിഷനിലോട്ട് വന്നോളും. ഇനി ചില കേസുകളുണ്ട്, നിങ്ങൾ ചെയ്തത് വലിയൊരു പ്രശ്നമായിരിക്കാം ചിലപ്പോൾ, അപ്പോൾ അവർക്ക് ഫോർഗിവ് ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുത്തു എന്ന് വരാം. ഇനി ഒരാഴ്ച കൊണ്ടോ ഒരു 3 days കൊണ്ടോ ഒന്നും മറക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ തിരിച്ചു കിട്ടാനും ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടാനും നിങ്ങളോട് ക്ഷമിക്കാനുള്ള ഒരു പ്രേരണ കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ ഒരു 21 days ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനും വീണ്ടും ലൈഫിലോട്ട് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് വാട്സപ്പിലൂടെ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.